السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 85. ഖസ്റാക്കി നിസ്കരിക്കുന്ന ആളുകൾ ഖസ്റിനെ കരുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഷർത്താണ്. വഖാമിസുഹ നിയ്യത്തുൽ ഖസ്രി എന്ന് കാണാം തുഹ്ഫയിൽ. ഖസ്റാക്കി നിസ്കരിക്കുന്നതിൻ്റെ 5-ാമത്തെ നിബന്ധനയാണ് ഖസ്റിനെ കരുതുക എന്നുള്ളത്. അപ്പോൾ ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ ഖസ്റാക്കി നിസ്കരിക്കുന്നു, അങ്ങനെ കരുതണം. ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഖസ്ർ എന്ന് തന്നെ പ്രത്യേകം കരുതണമെന്നില്ല. അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന ഏത് കരുത്തും ഉണ്ടായാലും മതി. അഥവാ ളുഹർ ഫർള് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മതി. യാത്രയിലെ ഇളവ് ആനുകൂല്യം എടുക്കുകയാണ് എന്ന് പ്രത്യേകം കരുത്തിൽ വന്നുകൊള്ളണമെന്നില്ല. ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ തന്നെ അത് ഖസ്റായി മാറുന്നതാണ്. ഈ കരുത്ത് പക്ഷേ രണ്ട് റക്അത്ത് നിസ്കരിച്ച് തീരാൻ നേരത്ത് ഉണ്ടായാൽ പോരാ. ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ കരുത്ത് വേണം. ഇശ്തറത്തുൽ ഖസ്രി നിയ്യത്തുഹു ഫിൽ ഇഹ്റാമി, ഇഹ്റാമിൽ തന്നെ കരുത്തുണ്ടാവൽ ഷർത്താണ്. 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമില്ല. അതേസമയം 2 റക്അത്താക്കി ചുരുക്കുന്ന സമയത്ത് ഇഹ്റാം ചെയ്യുന്ന ഇഹ്റാമിൻ്റെ സമയത്തുള്ള ആ നിയ്യത്തിൽ തന്നെ എന്തു വരണം? 2 റക്അത്ത് എന്ന് പ്രത്യേകം വരണം. അല്ലാതിരുന്നാൽ നിസ്കാരം സഹീഹാകാതെ പോകും. ഇനി ഒരാൾ ഇഹ്റാം ചെയ്തു, ഖസ്റാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇഹ്റാം ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ഇടയാട്ടമുണ്ടായി, ഞാൻ ഖസ്റാക്കണോ അതല്ല പൂർത്തിയാക്കി നിസ്കരിക്കണമോ? ഇത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ ആ നിയ്യത്തിന് ഭംഗം വന്നിട്ടുണ്ട്. അയാൾക്കിനി ഖസ്റാക്കാൻ പറ്റില്ല, അയാൾ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. അപ്രകാരം തന്നെ ഒരാൾക്ക് സംശയം വന്നു, എന്ത്, ഞാൻ ഖസ്റിനെ കരുതിയിരുന്നോ എന്ന്. അങ്ങനെ സംശയം വരുന്നിടത്തും ഖസ്റാക്കാൻ പിന്നെ നിർവാഹമില്ല, പൂർത്തിയാക്കി നിസ്കരിക്കേണ്ടി വരും. അഥവാ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഖസ്റിനെ കരുതണം. ആ ഖസ്റിൻ്റെ കരുത്തിന് വിരുദ്ധമായ ഒന്നും പിന്നീട് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ പിന്നെ ഖസ്റിനെ കരുതാതിരിക്കുകയോ ഖസ്റിന് വിരുദ്ധമായ വല്ലതും ഉണ്ടാവുകയോ ചെയ്താൽ, ഖസ്റിൻ്റെ കരുത്തിന് വിരുദ്ധമായ വല്ലതും ഉണ്ടാവുകയോ ചെയ്താൽ, അഥവാ ഖസ്റിനെ കരുതിയിരുന്നോ എന്ന സംശയം, ഖസ്റാക്കണോ അതല്ല ഇനി പൂർത്തിയാക്കി നിസ്കരിക്കുന്നതാണോ, അങ്ങനെയുള്ള ഇടയാട്ടം, ഇതൊക്കെ അയാളുടെ ഖസ്റിൻ്റെ കരുത്തിനെ പൊളിച്ചു കളയും. അയാൾ പൂർത്തിയാക്കി നിസ്കരിക്കേണ്ടി വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ വേണ്ട വിധം നിർവഹിക്കാനുള്ള അറിവ് നമുക്ക് തൗഫീഖ് പ്രദാനം നൽകുമാറാകട്ടെ. നമുക്ക് നാഫിഅ ഇൽമു അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.